അമ്പലത്ര പറക്കളായിൽ ഒരു കുടുംബത്തിലെ 3 പേർ ആസിഡ് കടിച്ചു മരിച്ചു. ഒരാളെ അതീവ ഗുരുതര നിലയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്ന് പുലർച്ചെയാണ് ഞെട്ടിക്കുന്ന സംഭവം നാടറിഞ്ഞത്. പറക്കളായി ഒണ്ടാമ്പുളിയിലെ 60-കാരനായ ഗോപി, ഭാര്യ 55-കാരിയായ ഇന്ദിര, മൂത്തമകൻ 32-കാരനായ രഞ്ജീഷ് എന്നിവരാണ് മരിച്ചത്. ഇളയ മകൻ രാകേഷിനെ അതീവ ഗുരുതര നിലയിൽ പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വ്യാഴാഴ്ച അതിരാവിലെയാണ് അതിദാരുണവും ഞെട്ടിക്കുന്നതുമായ സംഭവം നാടറിഞ്ഞത്. ഇപ്പോൾ ചികിത്സയിൽ കഴിയുന്ന രാകേഷ് പുലർച്ചെ 3 മണിയോടെ ഇളയച്ചനെ വിളിച്ച് തങ്ങൾ ആസിഡ് കടിച്ചതായി അറിയിക്കുകയായിരുന്നു. ഗോപി കാഞ്ഞങ്ങാട്ടെ ജില്ലാ ആശുപത്രിയിൽ വെച്ചും ഇന്ദിര പരിയാരത്തേക്കുള്ള യാത്രക്കിടയിലും രഞ്ജേഷ് പരിയാരം മെഡിക്കൽ കോളേജിൽ വെച്ചുമാണ് മരണപ്പെട്ടത്. കുടുംബത്തിന് പറയത്തക്ക സാമ്പത്തിക ബാധ്യതയൊന്നും ഉള്ളതായി അറിയില്ലെന്നാണ് അയൽക്കാരും നാട്ടുകാരും പറയുന്നത്. ഇന്ന് രാവിലെയാണ് ഞങ്ങളെല്ലാം ഞെട്ടിച്ച, നാടിനെ തന്നെ മുഴുവൻ ഞെട്ടിച്ച ഒരു വാർത്ത നമുക്ക് അറിയുന്നത്. പുലർച്ചെ 3 മണിയോടുകൂടി ഈ ഇപ്പോൾ പരിക്കുപറ്റി അല്ലെങ്കിൽ അതീവ ഗുരുതാവസ്ഥയിൽ കഴിയുന്ന ഇളയ മകൻ അവൻ്റെ ഇളയച്ചനെ വിളിച്ചു പറഞ്ഞിട്ടിങ്ങനെ വിഷം കഴിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞതിനടിസ്ഥാനത്തിൽ അവർ വന്ന് നോക്കുമ്പോഴാണ് ഇവർ 4 പേരും വീണ് കിടക്കുന്ന കാണുകയും ഉടൻ തന്നെ ആശുപത്രിയിൽ കൊണ്ടുപോവുകയും ചെയ്തു. അതിൽ ഗോപിയേട്ടൻ കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിൽ വെച്ച് മരിച്ചു. അദ്ദേഹത്തിൻ്റെ ഭാര്യ പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് പോകുന്ന വഴിക്ക് മരിച്ചു. മൂത്ത മകൻ രഞ്ജേഷ് പരിയാരത്ത് എത്തിയ ശേഷം മരിച്ചു. ഇളയ മകൻ അതീവ ഗുരുതാവസ്ഥ തന്നെയുണ്ട്, അല്പം മാറ്റമുണ്ട് എന്നാണ് പറയുന്നത്. പറയത്തക്കതായ സാമ്പത്തിക പ്രശ്നങ്ങളോ മറ്റ് എന്തെങ്കിലും പ്രശ്നങ്ങളായിട്ട് ആർക്കും അറിയില്ല. നേരത്തെ ഇവർക്ക് മക്കൾ 2 പേരും വിദേശത്തായിരുന്നു. അവർ തിരിച്ചു വന്ന ശേഷം ഒരു ചെറിയ കട നടത്തിയിരുന്നു. അത് വലിയ രീതിയിൽ മെച്ചപ്പെട്ട് പോകാത്തതുകൊണ്ട് ഒഴിവാക്കി ഇപ്പോൾ കാഞ്ഞങ്ങാട്ടെ ഒരു പ്രൈവറ്റ് കമ്പനിയിൽ 2 പേരും ജോലിക്ക് പോകുന്നുണ്ടായിരുന്നു. എല്ലാ ദിവസവും കാണുന്ന ആളുകളാണ്. മറ്റെന്തെങ്കിലും പ്രയാസം ഉള്ളതായിട്ട് ആർക്കും അറിയില്ലായിരുന്നു. നാട്ടുകാരും ബന്ധുക്കളും ഒക്കെ ആയിട്ട് നല്ല ബന്ധത്തിൽ കഴിയുന്ന ഒരു കുടുംബമാണ്. എന്താ സംഭവിച്ചെന്ന് ഒരു തരത്തിലും അറിയില്ല. പോലീസ് വന്നപ്പോൾ സീൽ ചെയ്ത് പോയിട്ടുണ്ട്. മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് അന്വേഷിച്ചാൽ മാത്രമേ കണ്ടെത്താൻ കഴിയൂ. കർഷകനായ ഗോപിയെയും കുടുംബത്തെയും ഇങ്ങനെയൊരു കടുങ്കൈ ചെയ്യാൻ പ്രേരിപ്പിച്ച കാരണം എന്താണെന്നത് ആർക്കും അറിയില്ല. ഇവരെ അടുത്തറിയുന്നവർക്ക് പോലും ആലോചിച്ചിട്ട് ഒരു സാധ്യതയും കണ്ടെത്താനാകുന്നുമില്ല. അതുകൊണ്ട് തന്നെ വിശദമായ അന്വേഷണത്തിലൂടെ മാത്രമേ ഇക്കാര്യം വ്യക്തമാവുകയുള്ളൂ. വിവരമറിഞ്ഞതിന് പിന്നാലെ തന്നെ അമ്പലത്ര പോലീസ് സ്ഥലത്തെത്തിയിരുന്നു. മരണപ്പെട്ട രഞ്ജീഷ് ഹോസ്തൃയിലെ ഒരു സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരനാണ്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.